എൻ്റെ മാത്രം വോട്ടല്ല. വോട്ടിൻ്റെ, അതായത് വോട്ട് പോളിംഗ് ഡേയുടെ അന്ന് വോട്ട് ചെയ്യാൻ വന്നിട്ട് വോട്ടില്ലാതെ തിരിച്ചുപോയ ഒട്ടനവധി ആൾക്കാരുണ്ട്. ഒരുപാട് സാധാരണക്കാരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ വോട്ടുകൾ എന്തുകൊണ്ട് നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വീടെടുത്താൽ 2 പേർക്ക് വോട്ടുണ്ടാവും, അച്ഛനും അമ്മയ്ക്കും വോട്ടുണ്ട്, ബാക്കി 3 മക്കൾക്ക് വോട്ടില്ല. ഇവരെല്ലാവരും ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്ന ആളുകളല്ലേ, ഒരേ കുടുംബത്തിലുള്ള ആളുകളല്ലേ. അപ്പം എന്തുകൊണ്ട് ഇത്തരത്തിൽ വോട്ടുകൾ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴും കേരള സർക്കാരിനോട് ചോദിക്കുന്നത്. തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ, വ്യക്തിപരമായും രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളാലാണ് സാധാരണക്കാരായ മനുഷ്യരുടെ വോട്ടുകൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. അത് ചോദ്യം ചെയ്യുക തന്നെ വേണം. അത് എല്ലായിടത്തും കേരളത്തിൽ ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഇത് മുട്ടട വാർഡിൽ മാത്രമല്ല, കേരളത്തിൽ എല്ലായിടത്തും തന്നെ ഇത്തരത്തിലുള്ള വോട്ട്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് പല വാർഡുകളിലും വോട്ടുകൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അത് എല്ലാ മാധ്യമങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്.